ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ പരിഗണനയാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയും തിരൂരങ്ങാടി PSMO കോളേജ് NSS യൂണിറ്റും സംയുക്തമായി PSMO കോളേജിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സ്നേഹ സൗഹൃദ സംഗമം സിഗ്നേച്ചർ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ മുഖേന തൊഴിൽ പരിശീലനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ആയി വരുന്നു. അവരുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനം, വിദ്യാഭ്യാസ പരിശീലനം, തെറാപ്പികൾ തുടങ്ങി നൈപുണ്യ പരിശീലനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവർക്ക് ഒരേ സമയം എല്ലാവരുമായി ഒത്തുകൂടാനും കഴിയുന്ന ഇത്തരം സ്നേഹസംഗമങ്ങൾ പ്രശംസനീയമാണെന്നും മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ചടങ്ങിൽ PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസ് അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഭിന്നശേഷി മേഖലയിലും സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തും ചെയ്യുന്ന സേവനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ കബീർ മച്ചിഞ്ചേരിക്ക് സിഗ്നേച്ചർ ഭിന്നശേഷി ശാക്തീകരണ വേദിയുടെ പ്രഥമ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി നൽകി. കോളേജ് മാനേജർ MK ബാബ, നഗരസഭാ കൗൺസിലർമാരായ ഹബീബ ബഷീർ, സുജിനി മുളമുക്കിൽ, NSS പ്രോഗ്രാം ഓഫീസർ അലി അഷാദ് M, ഡോക്ടർ VP ഷബീർ, അക്ഷയ് M, ഡോക്ടർ നൌഫൽ, PT മുജീബ് താനൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി ശാക്തീകരണ മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. നോവിന്റെ പാട്ടുകാരൻ ജംഷീർ കൈനിക്കര, ഭിന്നശേഷി മാലാഖ കുട്ടികൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓൺലൈൻ ന്യൂസ് തിരൂരങ്ങാടി.